ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഭയമുള്ള സ്ഥലം ചിലപ്പോൾ അവരുടെ സ്വന്തം യാത്രാ മാർഗം തന്നെയാണ്. നമ്മുടെ ബസ്സുകൾ, അവർ പ്രതിദിനം കയറിയിറങ്ങുന്ന ആ യാത്രാ വാഹനങ്ങൾ. പക്ഷേ അവിടെ പോലും അവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന നാണമില്ലാത്തവരുണ്ട്. തിരക്കിൻ്റെ മറവിൽ ആരും കാണില്ലെന്ന ധൈര്യത്തിൽ അവരെ തൊടാനും അപമാനിക്കാനും ശ്രമിക്കുന്ന പുരുഷന്മാർ ഇന്നും നമുക്കിടയിലുണ്ട്. ഒട്ടേറെ പുരുഷന്മാർക്ക് ഇത്തരത്തിൽ മാനഹാനി സംഭവിച്ചു. എന്നിട്ടും ഇത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യൻ ബുദ്ധിയുള്ള ജീവിയെന്ന് നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ആ ബുദ്ധി മങ്ങിപ്പോകുന്നു. ഒരു സ്ത്രീക്ക് നേരെയുള്ള പീഡനം അത് ശരീരത്തിനെതിരായ ആക്രമണം മാത്രമല്ല, മനുഷ്യരാശിയുടെ മനസ്സിന്മേലുള്ള ഒരു കറയാണ്. ചിലർക്ക് അത് ഒരു നിമിഷത്തെ താല്പര്യം മാത്രമാണ്. പക്ഷേ ആ തെറ്റായ താല്പര്യം സ്വന്തം ജീവിതം തന്നെ തുലച്ചു കളയുമെന്നുള്ളത് ഈ സാഹചര്യത്തിൽ ഇവർക്ക് ബോധ്യം വരില്ല. നോക്കൂ, തിരുവനന്തപുരത്ത് നടന്ന ഈ സംഭവം KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ ഒരാൾ നടത്തിയ ലൈംഗിക അതിക്രമം വീഡിയോ എടുത്ത യുവതി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. നോക്കൂ, ഒരു നിമിഷത്തെ ഒരു തെറ്റായ തീരുമാനം ആ മനുഷ്യൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞത്. ആരാണെങ്കിലും അയാൾക്ക് നാണവും മാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. വീടും നാടും വെറുക്കുന്ന സാഹചര്യമല്ലേ ഈ കാര്യങ്ങളിലൂടെ ഉണ്ടായിത്തീർന്നത്. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഈ കാര്യത്തിൻ്റെ മേൽ ഈ യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കേസെടുക്കുവാനും പോലീസിന് ആയിട്ടില്ല. വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ തീരെ ഇല്ലായ്മ ചെയ്യാനാകും. ഒരു ബസ് 2 വിഭാഗങ്ങളാക്കി മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? മുൻപിലെ പകുതി സ്ത്രീകൾക്കായി, പിന്നിലെ പകുതി പുരുഷന്മാർക്കായി. അവിടെ ഒരു ശക്തമായ വേർതിരിവും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതമായ ആശ്വാസമുള്ള യാത്ര ലഭിക്കില്ലേ? ഇത് സ്ത്രീകളെ പുരുഷന്മാരിൽ നിന്ന് വേർതിരിക്കുവാനല്ല, പക്ഷേ അവരുടെ സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുവാൻ വേണ്ടി. ഒരു അമ്മയും ഒരു സഹോദരിയും ഒരു വിദ്യാർത്ഥിനിയും ഒരു ജോലിക്കാരിയും നിശ്ചിന്തയായി യാത്ര ചെയ്യാൻ സാധിക്കണമെന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ കടമയാണ്. ഭരണകൂടം ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ഒരു നിയമം മാത്രമല്ല, ഒരു സ്ത്രീയുടെ മനസ്സിൽ ഞാൻ സുരക്ഷിതയാണ് എന്ന വിശ്വാസം പകരുന്ന തീരുമാനമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് സ്ത്രീകൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നു. പക്ഷേ അവരുടെ യാത്ര എല്ലായ്പ്പോഴും സുരക്ഷിതമാകാറില്ല. ചിലർക്ക് അത് സാധാരണ യാത്രയാകുമ്പോൾ ചില സ്ത്രീകൾക്ക് അത് ഒരു ഭയാനക അനുഭവമാണ്. ഇത് ഒരു വ്യക്തിയുടെ തെറ്റ് മാത്രമല്ല, ഇത് ഒരു സമൂഹത്തിൻ്റെ ദൗർബല്യമാണ്. നമ്മൾ മനുഷ്യരെന്ന് അഭിമാനിക്കുന്നു, പക്ഷേ ചില നിമിഷങ്ങളിൽ നമ്മുടെ മനുഷ്യത്വം തന്നെ നമ്മിൽ നിന്നും അകന്നു പോകുന്നു. നോക്കൂ, എങ്ങനെയാണ് ദുഷ്പ്രവൃത്തികൾ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതെന്ന്. എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നത് അറിയോ? ബസ്സിൽ ഇങ്ങനെയാണ് ഓരോരുത്തർ പെരുമാറുന്നത്.